അടുത്തത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ വരുന്നത് സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു ഡയഗ്രാഫിന്റെ സബ് ഗ്രാഫ് എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എ ഡയഗ്രാഫ് ഡി ഡാഷ് എന്ന് പറയുന്ന ഒരു ഡയഗ്രാഫ് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് എ ഡയഗ്രാഫ് ഡി. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്ന ഒരു ഡയഗ്രാഫ് ഉണ്ട്. ഈ ഡി എന്ന് പറയുന്ന ഡയഗ്രാഫിന്റെ സബ് ഡയഗ്രാഫ് ആണ് ഡി ഡാഷ് എന്ന് പറയണമെങ്കിൽ. അപ്പോൾ ഡി ഡാഷ് ഒരു സബ് ഡയഗ്രാഫ് ആണ്, ഡി എന്ന് പറയുന്നത് ഡയഗ്രാഫ് ആണ്. അപ്പൊ ഡിയുടെ ഒരു സബ് ഗ്രാഫ് ആണ് ഡി ഡാഷ് എന്ന് പറയുന്നത്. എന്താണ് വി ഓഫ് ഡി ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി ഓഫ് ഡി. എന്താണ് ഡി എന്ന് പറയുന്ന ഡയഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കണം എന്ത് ഡി ഡാഷിന്റെ വെർട്ടെക്സ് സെറ്റ്. അതുപോലെ തന്നെയാണ് ഇത് ഫസ്റ്റ് കണ്ടീഷൻ. അതുപോലെ തന്നെ അടുത്ത കണ്ടീഷൻ എന്താ, എ ഓഫ് ഡി ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഓഫ് ഡി. അതായത് ആർക്ക് സെറ്റ്, ഡി എന്ന് പറയുന്ന ഡയഗ്രാഫിന്റെ ആർക്ക് സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കണം ഡി ഡാഷ് എന്ന് പറയുന്ന ഡയഗ്രാഫിന്റെ ആർക്ക് സെറ്റ്. ആൻഡ് ഐ ഡി ഡാഷ് ഈസ് ദ റെസ്ട്രിക്ഷൻ ഓഫ് ഐ ഡി ടു എ ഓഫ് ഡി ഡാഷ്. അതായത് നമ്മുടെ ഈ ഡി എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഒരു റിലേഷൻ ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു സബ് ഇതായിട്ട് റെസ്ട്രിക്ഷൻ ആയിട്ട് വരണം എന്ത് ഐ ഡി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഡി ഡാഷിന് എന്ത് പറയും, സബ് ഡയഗ്രാഫ് ഓഫ് എ ഡയഗ്രാഫ് ഡി എന്ന് പറയും. അതുപോലെ തന്നെ അടുത്തൊരു ഡെഫിനേഷൻ ആയിട്ട് വരുന്നതാണ് ഡയറക്റ്റഡ് വാക്ക്. വാക്ക് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റഡ് വാക്ക് joining the vertex v0 to the vertex vk in D is an alternating sequence w equal to v0 a1 v1 a2 v2 etc ak vk 1 less than or equal to I less than or equal to k with ai incident out of vi minus 1 and incident into vi. എന്താണ് പ്രത്യേകത? ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച വാക്കിൽ എന്താണ്, ജസ്റ്റ് ഒരു എ എന്ന് പറയുന്നത് എന്താണ്, ഒരു എഡ്ജ് ആയിരുന്നു. ആ എഡ്ജ് എവിടുന്ന് എങ്ങോട്ടാണെന്നൊന്നുമില്ല, രണ്ട് വെർട്ടക്സിന്റെ ഇടയിൽ ഒരു എഡ്ജ് ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് എന്താണ്, നമുക്ക് രണ്ട് വെർട്ടക്സുകൾ ഉണ്ട്, വി നോട്ടും വി വൺ എന്ന് പറയുന്ന വി നോട്ട്, അതുപോലെ അല്ലെങ്കിൽ വി ഐ മൈനസ് വൺ. ഇത് നമുക്ക് വി ഐ മൈനസ് വൺ, വി ഐ മൈനസ് വൺ, അതുപോലെ നമുക്ക് വി ഐ എന്ന് പറയുന്ന രണ്ട് വെർട്ടക്സുകൾ. ഇത് വി ഐ എന്ന് പറയുന്ന വെർട്ടക്സ്. അപ്പോൾ വി ഐ മൈനസ് വണ്ണിൽ നിന്ന് ഒരു ആർക്കാണ് നമുക്കുള്ളത് അല്ലെ. അപ്പൊ എ ഐ എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ട്, എ ഐ, ഇത് എ ഐ എന്ന് പറയുന്ന ആർക്കാണ് എ ഐ. അപ്പൊ ഒരു വാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, വാക്ക് ജോയിനിങ് ദ വെർട്ടെക്സ് വി നോട്ട് ടു വി കെ, വി നോട്ട് മുതൽ വി കെ വരെയുള്ള വെർട്ടെക്സുകളെ ജോയിൻ ചെയ്യുന്ന അല്ലെ, ജോയിനിങ് ദ വെർട്ടെക്സ് വി നോട്ട് ടു വി കെ ഇൻ ഡി. ഡി എന്ന് പറയുന്ന ഡയഗ്രാഫിൽ ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ്. അതെന്താണ്, ഒരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ആണ്. എന്തിന്റെ ആദ്യ ഒരു വെർട്ടെക്സ് വരും, പിന്നെ ഒരു ആർക്ക് വരും, പിന്നെ ഒരു വെർട്ടെക്സ് വരും, പിന്നെ ഒരു ആർക്ക് വരും. അങ്ങനെയുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ആണ്. എന്താണ് ഇതിൽ വിത്ത് എ ഐ, ഈ എ ഐ എന്ന് പറയുന്ന ആർക്ക് എന്താണ്, ഇൻസിഡന്റ് ഔട്ട് ഓഫ് വി ഐ മൈനസ് വൺ ആണ്. അതായത് എ ഐ എന്ന് പറയുന്നത് എന്താണ്, വി ഐ മൈനസ് വണ്ണിനെയും വി ഐനെയും കണക്ട് ചെയ്യുന്ന ആർക്കാണ്. അപ്പൊ ഈ എ ഐ എന്ന് പറയുന്നത് വി ഐ മൈനസ് വണ്ണിന്റെ ഇൻസിഡന്റ് ഔട്ട് ഓഫ് വി ഐ മൈനസ് വണ്ണും അതുപോലെ ഇൻസിഡന്റ് ഇൻ ടു വി ഐ ആവുന്ന രീതിയിലാണ് ഓരോ ആർക്കും കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു സീക്വൻസ്, ഓൾട്ടർനേറ്റിംഗ് സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു ഡയറക്റ്റഡ് വാക്ക് എന്ന് പറയുന്നത്. ഡയറക്റ്റഡ് വാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വെർട്ടെക്സ് എപ്പോഴാണ് റീച്ചബിൾ ആവുക എന്നുള്ളതാണ്. എ വെർട്ടെക്സ് വി ഈസ് റീച്ചബിൾ ഫ്രം എ വെർട്ടെക്സ് യു ഓഫ് ഡി ഇഫ് ദർ ഈസ് എ ഡയറക്റ്റഡ് പാത്ത് ഇൻ ഡി ഫ്രം യു ടു വി. എന്താണ് റീച്ചബിൾ എന്ന്, ഒരു വെർട്ടെക്സ് നിന്ന് അടുത്തൊരു വെർട്ടെക്സ് റീച്ചബിൾ ആവുക. എന്താണ് അവിടുന്ന് എന്താണ്, ഒരു ഡയറക്റ്റഡ് ആയിട്ടൊരു പാത്ത് വേണം. അപ്പൊ നേരത്തെ കേസിൽ എന്തായിരുന്നു, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, മൂന്ന് വെർട്ടെക്സുകൾ ഉണ്ടെന്ന് നോക്കാം. ഈ മൂന്ന് വെർട്ടെക്സുകളെയും കണക്ട് ചെയ്യുന്ന ഓരോ ആർക്കുകൾ വരച്ചു. ഇതാണ് നമ്മുടെ ആർക്ക്. ഇവിടെ നമ്മുടെ മുമ്പത്തെ കേസിൽ എന്തായിരുന്നു, ഇവിടെ ഇത് വി, നമുക്ക് ഇതിനെ യു എന്ന് വിളിക്കാം, ഇത് വി എന്ന് വിളിക്കാം, ഇത് ഡബ്ല്യു എന്ന് വിളിക്കാം. യുവും ഡബ്ല്യു എന്താണ്, റീച്ചബിൾ ആണ്. കാരണം യുവിൽ നിന്ന് ഡബ്ല്യുവിലേക്ക് ഒരു ഡയറക്റ്റഡ് പാത്ത് ഉണ്ട്. പക്ഷെ ഡബ്ല്യുവിൽ നിന്ന് യു റീച്ചബിൾ ആണോ? അല്ലെ, യു എന്ന് പറയുന്നത് ഡബ്ല്യു, നമുക്ക് എന്താ യു എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്, അത് ഡബ്ല്യുവിൽ നിന്ന് റീച്ചബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യുവിൽ നിന്ന് നമുക്ക് യുയിലേക്ക് എത്താൻ പറ്റും, ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു പാത്തും ഇല്ല. അപ്പൊ എന്താണ്, യു എന്ന് പറയുന്നത് ഡബ്ല്യുവിൽ നിന്ന് റീച്ചബിൾ അല്ല. ഡബ്ല്യുവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് യുയിലേക്ക് എത്താൻ പറ്റില്ല. അതുപോലെ തന്നെ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, യുയിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ എന്താണ്, യുയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിയിലേക്ക് എത്താം, വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യുയിലേക്ക് എത്താം, യുയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഡബ്ല്യുയിലേക്ക് എത്താം. അപ്പൊ എന്താണ്, ഡബ്ല്യു എന്ന് പറയുന്നത് യുവിൽ നിന്ന് റീച്ചബിൾ ആണ്, വി എന്ന് പറയുന്നത് യുവിൽ നിന്ന് റീച്ചബിൾ ആണ്. പക്ഷെ യു എന്ന് പറയുന്നത് ഡബ്ല്യുവിൽ നിന്ന് റീച്ചബിൾ അല്ല. അതാണ് എന്ത് റീച്ചബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഡൈ കണക്റ്റഡ്, two vertices of D are die connected if
ഈച്ച് ഈസ് റീച്ചബിൾ ഫ്രം ദി അതർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കൂ, യു ഡബ്ല്യു ഡൈ കണക്റ്റഡ് ആണോ? അല്ല. കാരണം എന്താ? യുവിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് എത്താൻ പറ്റും, പക്ഷെ ഡബ്ല്യൂവിൽ നിന്ന് എന്ത് പറ്റുന്നില്ല? യുയിലേക്ക് എത്താൻ പറ്റുന്നില്ല. വിയും യുവും തമ്മിൽ റീച്ചബിൾ തന്നെയല്ല, അപ്പൊ പിന്നെ ഡൈ കണക്റ്റഡ് ആണോ എന്നുള്ളത് നോക്കണ്ടല്ലോ. അപ്പോ ഇവിടുന്ന് എന്താണ്? ഒരു സ്ഥലത്തേക്കേ പോവുള്ളൂ അല്ലെ? യുവിൽ നിന്ന് വിയിലേക്ക് എത്താൻ പറ്റും, പക്ഷെ വിയിൽ നിന്ന് യുവിലേക്ക് എത്താൻ പറ്റൂല. ഇനി ഇവിടുന്ന് ഒരു ആർക്കും കൂടെ നമുക്ക് ഉണ്ട് നോക്കുക. ഇപ്പൊ എന്തായി? യുവും ഡബ്ല്യു എന്താണ്? ഡൈ കണക്റ്റഡ് ആണ്. കാരണം യുവിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് എത്താം, ഡബ്ല്യൂയിൽ നിന്ന് യുവിലേക്ക് എത്താം. വിയും ഡബ്ല്യു എന്താണ്? ഡൈ കണക്റ്റഡ് ആണ്. കാരണം വിയിൽ നിന്ന് ഡബ്ല്യൂക്ക് എത്താം, ഡബ്ല്യൂയിൽ നിന്ന് വിയിലേക്ക് എത്താം. അപ്പൊ എന്താണ്? ഇതാണ് ഡൈ കണക്റ്റഡ്. രണ്ട് വെർട്ടെക്സുകൾ എപ്പോഴാണ് ഡൈ കണക്റ്റഡ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും എന്താണ്? രണ്ടും പരസ്പരം റീച്ചബിൾ ആവണം. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഡൈ കണക്റ്റഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഡൈ കണക്ഷൻ എന്താണ്? ഒരു ഇക്വലൻസ് റിലേഷൻ ആണ് ഓൺ ദ വെർട്ടെക്സ് സെറ്റ് ഓഫ് ഡി. അപ്പൊ അതിന് ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വലൻസ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന് നമുക്ക് V1, V2, എക്സെട്ര V ഒമേഗ എന്ന് വിളിക്കാം. ഈസ് എ ഇഫ് ഈക്വലൻസ് ക്ലാസ്സസ് ആർ, ഇത് ഈക്വലൻസ് ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദ സബ് ഡൈഗ്രാഫ് ഓഫ് ഡി ഇൻഡ്യൂസ്ഡ് ബൈ V1, V2, എക്സെട്ര V ഒമേഗ ഓർ കോൾ ദി ഡൈ കോമ്പോണൻസ് ഓഫ് ഡി. ഈ ഓരോ ഈക്വലൻസ് ക്ലാസ്സുകളാണല്ലോ. ഈക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഈ V1ഉം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർക്കുകളും മാത്രം എടുക്കുക. V2 അത് റിലേറ്റ് ചെയ്തിട്ടുള്ള, V2 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റ് ആണ്. ആ സെറ്റിൽ ഒരുപാട് വെർട്ടെക്സുകൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇതിനെ നമ്മൾ എന്താണ്? ഡൈ കോമ്പോണൻസ് എന്ന് പറയും. ആ ഒരു ഡി എന്ന് പറയുന്ന ഡൈഗ്രാഫിന്റെ കോമ്പോണൻസ് ആയിട്ട് വരും. അതുപോലെ തന്നെ എ ഡൈഗ്രാഫ് ഈസ് ഡൈ കണക്റ്റഡ്, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താ പറയും? സ്ട്രോങ്ലി കണക്റ്റഡ് എന്നും പറയും. ഇഫ് ഇറ്റ് ഹാസ് എക്സാക്ട്ലി വൺ ഡൈ കോമ്പോണന്റ്, ഒരൊറ്റ കോമ്പോണന്റേ ഉള്ളൂ. അതായത് എന്താ അതിന്റെ മീനിങ്? രണ്ട് കോമ്പോണന്റ് ഇല്ല, ഒരൊറ്റ കോമ്പോണന്റ്. അതാണ് എല്ലാ വെർട്ടെക്സും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. അതിനെ നമ്മൾ സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയും. അല്ലെങ്കിൽ ഡൈ, ആ ഒരു ഗ്രാഫിനെ തന്നെ നമ്മൾ ഡൈ കണക്റ്റഡ് എന്ന് പറയും. അപ്പൊ എ ഡൈ കണക്റ്റഡ് ഗ്രാഫ് ഈസ് ഓൾസോ കോൾഡ് എ സ്ട്രോങ് ഡൈഗ്രാഫ്. ഡൈ കണക്റ്റഡ് ഗ്രാഫിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഒരു സ്ട്രോങ് ഡൈഗ്രാഫ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഡെഫിനിഷൻ ആണ് എ ഡൈഗ്രാഫ് ഈസ് സ്ട്രിക്റ്റ് ഇഫ് ഇറ്റ്സ് അണ്ടർലൈയിങ് ഗ്രാഫ് ഈസ് സിമ്പിൾ. അപ്പൊ ഒരു ഡൈഗ്രാഫിന് എപ്പോഴാണ് സ്ട്രിക്റ്റ് എന്ന് പറയാം? അതിന്റെ ഒരു അണ്ടർലൈയിങ് ഗ്രാഫ് ഉണ്ടാവും. ആ അണ്ടർലൈയിങ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഈ ഒരു ഡൈഗ്രാഫിന്റെ അതേ വെർട്ടെക്സുകളും ഓരോ ആർക്കിനും എഡ്ജ് ആയിട്ട് മാറ്റുന്ന ഒരു ഗ്രാഫ്. അതിന് സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു അണ്ടർലൈയിങ് ഗ്രാഫ് ഉണ്ടല്ലോ, അത് സിമ്പിൾ ആയിരിക്കണം. എന്താ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിൽ മൾട്ടിപ്പിൾ എഡ്ജ് ഉണ്ടാവാൻ പാടില്ല, ലൂപ്പ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ഡൈഗ്രാഫിന് സ്ട്രിക്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ എ ഡൈഗ്രാഫ് ഡി ഈസ് സിമെട്രിക്. എപ്പോഴാണ് സിമെട്രിക് എന്ന് പറയാ? ഇഫ് whenever UV is an arc of D, then VU is also an arc of D. അതായത് UV ഒരു ആർക്ക് ആണെങ്കിൽ എന്താണ്? വിയും ഒരു ആർക്കാണോ എന്ന് പറഞ്ഞാൽ എന്താ? U എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്, U എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്. അതുപോലെ തന്നെ V എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട്. UV ഒരു ആർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? U ഒരു ടെയിലും V ഹെഡും ആയിട്ടുള്ള ഒരു ആർക്ക് ഉണ്ട്. അപ്പൊ UV എന്ന് പറയുന്ന ഒരു ആർക്ക് ഉണ്ടെങ്കിൽ എന്തും കൂടെ വേണം? VU എന്ന് പറയുന്ന ഒരു ആർക്കും കൂടെ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആ ഒരു അങ്ങനെ എല്ലാത്തിലും ഏതൊരു ആർക്കിനും തിരിച്ചുള്ള ഒരു ആർക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമെട്രിക് എന്ന് പറയും. സിമെട്രിക് ഡൈഗ്രാഫ് എന്ന് പറയും. ഈ കാണുന്നത് ഒരു സ്ട്രോങ് ആണ്, ഇത് സിമെട്രിക് ആണ്. അപ്പൊ സിമെട്രിക് ആയിട്ടുള്ള ആർക്കുകൾ നിങ്ങൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ആർക്ക് ഉണ്ടെങ്കിൽ തിരിച്ചു ഒരു ആർക്ക് ഉണ്ട്, ഇവിടേക്ക് ഒരു ആർക്ക് ഉണ്ടെങ്കിൽ തിരിച്ചു ആർക്ക് ഉണ്ട്, ഇവിടേക്ക് ഒരു ആർക്ക് ഉണ്ടെങ്കിൽ തിരിച്ചു ആർക്ക് ഉണ്ട്. ഇത് ഒരു സ്ട്രോങ് ഡൈഗ്രാഫിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ഹോംവർക്കുകൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഹൗ മെനി ഓറിയന്റേഷൻ ഡസ് എ സിമ്പിൾ ഗ്രാഫ് ഓൺ n വെർട്ടിസസ് ഹാവ്? ഒരു n വെർട്ടിസസ് ഉള്ള സിമ്പിൾ ഗ്രാഫിന് എത്ര ഓറിയന്റേഷൻസ് ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ ലെറ്റ് D be a digraph with no directed cycles. Prove that there exists a vertex whose degree is 0. Deduce that there is an ordering V1, V2, etc. Vn of V such that for 1 less than or equal to I less than or equal to n, every arc of D with terminal vertex Vi has its initial vertex in V1, V2, etc. Vi minus 1. ഈ കാര്യങ്ങൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത ടൂർണമെന്റ്സ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.